ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് ഞാനൊരു ബട്ടർ ചിക്കൻ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ എളുപ്പത്തിലുള്ള ബട്ടർ ചിക്കൻ എങ്ങനെയാണ് റെഡിയാക്കുന്നത് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിൽ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, നമ്മുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കുറച്ച് ലെമൺ ജ്യൂസും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ചിക്കൻ മാരിനേറ്റ് ചെയ്തിട്ട് വെക്കണം. ഒരു 20 മിനിറ്റ്സ് നമുക്ക് എന്ത് ചെയ്യാം, മാരിനേറ്റ് ചെയ്ത ചിക്കൻ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി നമുക്ക് ബട്ടർ ചിക്കനിക്ക് ആവശ്യമുള്ള മസാല റെഡിയാക്കിയിട്ട് എടുക്കാം. അതിന് ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കുക. ചൂടായി വരുന്ന സമയത്ത് അതിൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാള കൂടി ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ചേർത്തിട്ട് അതിൻ്റെ ഒരു പച്ചമണം പോകുന്ന വരെ വഴറ്റിയെടുക്കുക. ഒപ്പം കുതിർത്ത് വെച്ചിട്ടുള്ള ഒരു 10-15 അല്ലി കാഷ്യൂ നട്ട്സും കുറച്ച് ഗ്രീൻ ചില്ലിയും കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ടൊമാറ്റോയും കൂടി ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. അതിലേക്ക് മുളക് പൊടിയും ഗരം മസാലയും കൂടി ചേർത്തിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കുക്ക് ചെയ്തിട്ടെടുക്കണം. അതിന് നമുക്ക് കുറച്ചും കൂടി വെള്ളം ചേർത്ത് കൊടുത്തിട്ട് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഏകദേശം കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇത് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. എന്നിട്ട് നമുക്ക് ചിക്കൻ റെഡിയാക്കി എടുക്കാം. അതിന് ഞാൻ ഒരു കടായി എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ബട്ടറും നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ചിക്കനും കൂടി ചേർത്തിട്ട് ഒന്ന് അടച്ചു വെച്ചിട്ട് നന്നായിട്ട് കുക്ക് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ നമ്മുടെ മസാല ചൂടാറി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് പേസ്റ്റ് ആക്കിയിട്ട് എടുക്കാം. ഇനി അത് ഒന്ന് അരിച്ചും കൂടി എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. അതിൻ്റെ ഗ്രേവി കുറച്ചും കൂടി ബെറ്റർ ആയി കിട്ടും. അപ്പോൾ തന്നെ നമ്മൾ ചിക്കൻ ഇതാ കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കൊരു വേറെ പാത്രത്തേക്ക് മാറ്റിയതിന് ശേഷം ഈ സെയിം കടായി തന്നെ നമ്മൾ അരിച്ച് വെച്ചിട്ടുള്ള മസാലൻ്റെ പ്യൂരി ഉണ്ടല്ലോ, അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ബോയിൽ ചെയ്തെടുക്കാം. അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ പീസസും കൂടി ആഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കണം. ഇത് മേത്തി ലീവ്സാണ്. ഈ ടൈപ്പ് ഡിഷസിൻ്റെ ഒക്കെ ടേസ്റ്റിൻ്റെ ഒരു മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ഈ മേത്തി ലീവ്സിൻ്റെ ടേസ്റ്റാണ്. അപ്പോൾ അതെന്തായാലും ഇടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. ഒപ്പം കുറച്ച് ഫ്രഷ് ക്രീം കൂടി ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ചൂടോടെ ഒരു ബട്ടർ കൂടി ചേർക്കുന്നതോടെ നമ്മുടെ ബട്ടർ ചിക്കൻ ഇതാ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് സെർവ് ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ ഇനി കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.